കോയമ്പത്തൂരിലെ ഇഷ യോഗ സെൻറ്ററിലെ ലേസർ ഷോ ആണിത്. ഒരു ലോറിയിൽ എല്ലാ ദിവസവും ഈ ചെടികൾക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ താഴേക്ക് നോക്കണം. ഇത് നോക്കിയ ഓരോ രുദ്രാക്ഷാണിത്. ഇതാണ് രുദ്രാക്ഷ കേട്ടോ, രുദ്രാക്ഷമാല. ഇത് വലിയ മാല, ഓരോ രുദ്രാക്ഷം, കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷം. ഇതിൻ്റെ ഒരു വലുപ്പം. വെൽക്കം ബാക്ക്, അൻവറാണ്. നമ്മളിപ്പോൾ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്ററിലാണ്. ഈ എപ്പിസോഡ് ഇഷ യോഗ സെൻറ്ററിലെ കാഴ്ചകളെ കുറിച്ചാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാടിൻ്റെയും കോയമ്പത്തൂരിൻ്റെ ഇടയ്ക്ക് വാളയാറിലുള്ള ഒരു റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ്. ധാരാളം പെറ്റ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്തായാലും ഞങ്ങൾ അവിടെ താമസിച്ച് അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഇതിൽ കളി തുടങ്ങിയല്ലോ രാവിലെ തന്നെ. എന്താ ആൽമര? ഏത് എന്താ അറിയില്ല. ആൽമരാണല്ലേ ഇത്? കൊള്ളാല്ലേ? എന്ത് പാലക്കാടൻ കാറ്റ്? ഇതാണ് കരിമ്പന. അതാണ് നൊങ്ക് പനന്നൊങ്ക് കഴിച്ചില്ലേ? ടർക്കിയും ഗൂസൊക്കെ പ്രോപ്പർട്ടിയിൽ തന്നെ വളർത്തുന്നുണ്ട്. മയിലൊക്കെ അവിടെ സ്ഥിര സന്ദർശകരാണ്. പെരുങ്കളിയാണ്. കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്ററിലേക്കുള്ള യാത്രയിലാണ്. കോയമ്പത്തൂരിൽ ഈവനിങ് അങ്ങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. 30 കിലോമീറ്ററേ ഉള്ളൂ കോയമ്പത്തൂരിൽ നിന്ന് ദൂരം. ഒരു ബ്ലോക്ക് കിട്ടി, പക്ഷെ എന്നാലും ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ കയറിയോണ്ട് വലിയൊരു പണി കിട്ടാതെ ഈ ഇഷ യോഗ സെൻറ്ററിലേക്ക് കയറാൻ പറ്റി. ഇതാണ് അങ്ങോട്ടുള്ള വഴി. അവിടെ കാളവണ്ടിയിൽ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. വൈകുന്നേരം മാത്രമേ ഇവിടെ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഈവനിങ് ആണ് ഇവിടുത്തെ വിസിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം. അതുപോലെ തന്നെ അവിടെ ഒരു 7 മണി സമയത്ത് അവിടെ ഒരു ലേസർ ഷോ ഉണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വിസിറ്റ് ചെയ്യുന്നവർ വൈകുന്നേരം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. കോയമ്പത്തൂർ വേറെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എക്സ്പ്ലോർ ചെയ്യാൻ. കോയമ്പത്തൂർ എന്ത് ആവശ്യത്തിന് വരുന്ന ആൾക്കാർക്ക് ഇതിനോട് അടുത്ത് തന്നെ, ഈ ഈഷയുടെ അടുത്ത് തന്നെ ഒരു കുറ്റാലം വാട്ടർഫാൾസ് ഉണ്ട്, കോവൈ കുറ്റാലം വാട്ടർഫാൾസ്. അതും ഇതിനോട് കൂടെ ചേർത്ത് പോകാവുന്നതാണ്. ഇത് നോക്കിയ ഓരോ രുദ്രാക്ഷാണിത്. ഈ വലിയ മാലയിൽ കൊള്ളാം. ഇതാണ് രുദ്രാക്ഷ കേട്ടോ, രുദ്രാക്ഷമാല. ഇത് വലിയ മാല, ഓരോ രുദ്രാക്ഷം, കുഞ്ഞു കുഞ്ഞു രുദ്രാക്ഷം. ഇതിൻ്റെ ഒരു വലുപ്പം. കാലും അതിൻ്റെ മുകൾ ഭാഗത്ത് കയറും കൂടി കൂട്ടി കെട്ടിയിട്ടുണ്ട് എല്ലാത്തിനും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ സ്പീഡ് നടക്കാതിരിക്കാനാണെന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും അതൊരു നല്ല കാഴ്ചയല്ല എൻ്റെ അഭിപ്രായത്തിൽ. ഇതാണ് സദ്ഗുരു, ഇഷ യോഗ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. ശിവനെ ആദിയോഗിയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. 7:10 ലേസർ ഷോ തുടങ്ങുമെന്ന് പറഞ്ഞ് അത് കാത്തിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരത് അതും കാത്തിരിക്കണവരാണ് തോന്നുന്നു. എല്ലാവരും ഇരുന്നല്ലേ? Darshanam is a profound depiction of Adi Yogi's unparalleled contribution to humanity, the science of yoga. You can witness this wondrous and powerful video imaging show every day at 7 p.m. For a better experience, please remain seated in the seating area throughout the show. Kindly avoid standing during the show. Also, please avoid using your mobile phone torch lights during the show.
allowed him some moment, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi.
unfathomable mysteries of the universe. A most overwhelming vision the sages and Devi Parvati had ever witnessed.
hallucinations of ups and downs to nameless ecstasies of one's interiority.